ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല മൊരിഞ്ഞ രുചികരമായിട്ടുള്ള എഗ്ഗ് ബോളാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബോയിൽഡ് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഓരോന്നും 2 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു ബോയിൽഡ് പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മസാല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോഴത്തെ മസാലയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മസാല എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഈ മുട്ടയുടെ മുറിച്ച സൈഡ് ഉണ്ടല്ലോ, അവിടെ ഈ ഒരു മസാല ബോൾ വെച്ച് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴേക്കും മുട്ടയുടെ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ, അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം. എഗ്ഗ് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ എഗ്ഗായിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം. ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു എഗ്ഗ് ബോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കണ്ടോ, 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് ബോൾ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഒട്ടും എണ്ണമയോ ഒന്നുമില്ല. നിങ്ങൾക്കിത് ധൈര്യമായി തന്നെ ഉണ്ടാക്കി കഴിക്കാം. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി എഗ്ഗ് ബോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.